കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പം ഇതിനു മുമ്പ് ഇടയ്ക്ക് പറയുന്നത് നമ്മൾ കുറേ പറയുന്നത് വ്യത്യാസം വീണ്ടും പഴയപടിയാണ്. അല്ലെങ്കിൽ ഒരു ദിവസം ഇവരാ നിയമം കിട്ടും, പിന്നെ വീണ്ടും പഴയപടിയാണ്. ജീവിക്കാൻ പറ്റില്ല. പാലക്കാട് മുതൽ ഈ ഗവൺമെൻറ് വരെ റോഡിൻ്റെ 2 സൈഡിലുള്ള സകല വീട്ടിലെ കുട്ടികൾക്കും പ്രായവർക്കും എല്ലാവർക്കും അപ്പോൾ ശ്വാസം മുട്ട് ഈ അതിന് മാത്രം പൊടിയാണ് ഈ അടിച്ചു കിടന്നത്. ഇവരതിന് വെള്ളം തളിക്കും. വെള്ളം തളിച്ച് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. വെള്ളം തളിച്ചാലോ പിന്നെ റോഡിൽ ബൈക്കിൽ പോകുന്നവരൊക്കെ ഇവിടുന്ന് ഗവൺമെൻറ് എത്തുമ്പോഴേക്കും അവരുടെ ദിവസം മുഴുവൻ അതുണ്ടെങ്കിൽ അവർ അത് കൊണ്ടുവരും. അപ്പോൾ ഈ വണ്ടികളൊക്കെ കൃത്യമായ തൂക്കത്തിലല്ല ഈ കണ്ടുകൊണ്ടുപോകുന്നത്. ഈ 12 വീല് വണ്ടികളുണ്ട്, അതിനുള്ള അനുവാദം പഠിക്കുക. പിന്നെ പാസ് എന്ന് പറഞ്ഞൊരു സാധനം എന്താണെന്ന് പോലും ഈ വണ്ടിയിൽ നോക്കുക. കാരണം ഇന്നേവരെ അവർക്കൊരു പാസ് കിട്ടില്ല. ഈ ഞാൻ വണ്ടികളിൽ ഞങ്ങൾ 10 മണിക്ക് തടഞ്ഞതാണ്. അപ്പോൾ എന്താ ഈ 10:35 ആ വണ്ടിക്ക് പാസ് ഉണ്ട്. അപ്പോൾ ആ 10 മണിക്ക് ആ വണ്ടി പുറത്തിറങ്ങി ഇവിടെ എത്തുന്നവർ ആ വണ്ടിക്ക് പാസ് ഉണ്ട്. ഇവിടെ വണ്ടി തടഞ്ഞിട്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ വണ്ടിക്ക് പാസ് ഉണ്ട്. അപ്പോൾ ഇത്തരം പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇത് നടക്കില്ല. നിയമമനുസരിച്ച് പൊക്കോട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു എതിർപ്പില്ല, യാതൊരു തർക്കമില്ല. നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഒരു വണ്ടിക്ക് കൊള്ളാവുന്ന കപ്പാസിറ്റി എത്രയാണോ അതിനുള്ള കല്ല് കയറ്റി ഒരു കോറിയിൽ നിന്ന് ഒരു ദിവസം എത്ര ലോഡ് അല്ലെങ്കിൽ എത്ര ടണ്ണ് കല്ല് കടത്തി വിടാൻ പറ്റുമോ അത് കടത്തി വിട്ട് ആ കൃത്യമായ തൂക്കത്തിലും പാസിലും ഇവർ കൊണ്ടുപോട്ടെ. നിയമമുള്ള ആ നിയമം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ഈ അക്രമം ഇനി അനുവദിക്കാൻ പറ്റില്ല. ഇതിൽ ഉത്തരവാദപ്പെട്ടവർ വന്നു ഒരു തീരുമാനം എന്നുണ്ടാക്കുന്നു അതേ ഞങ്ങൾ പറയുള്ളൂ. ഇന്നുണ്ടാക്കിയാൽ ഇന്ന് നമ്മൾ അതിനോട് സഹകരിക്കും, നാളെ ആണെങ്കിൽ നാളെ സഹകരിക്കും, മറ്റന്നാളാണെങ്കിൽ മറ്റന്നാൾ. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുണ്ടെങ്കിൽ അധികാരികൾ വരുന്നുണ്ടെങ്കിൽ അതുവരെ ഈ വണ്ടികൾ ഇവിടെ കിടക്കും, ഒരു കോറിയും വരയ്ക്കില്ല. ആ കോറിന് ഒരു സാധനം കൊടുക്കും, ഭൂലി കോറിയിൽ. അതാണ് ഞങ്ങളുടെ ലൈസൻസ് 6 മാസം സസ്പെൻഡ് ആവും, മെമ്പർ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊരു ഭീഷണി വരെ അന്ന് അവിടെ ഉണ്ടായിരുന്നതോട് അവർ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഈ മെമ്പർമാർ ഈ നാട്ടുകാരുടെയൊക്കെ ആയുസിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഈ കോറിയിലേക്ക് വരുന്ന ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതങ്ങനെ നടക്കട്ടെ, എന്താണ്ടാവാന്ന് നോക്കട്ടെ. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണല്ലോ, അതിന് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ആലോചിച്ച് വരണുള്ളൂ, ഏത് രീതിയിൽ അതിൽ ഇടപെടണമെന്നുള്ളത്. അപ്പോൾ ഒരു മെമ്പറുടെ ഒരു ജനപ്രതിനിധിയുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലാണ് ഈ കോറിയിലേക്ക് വന്ന ഡ്രൈവർമാർ ചിലർ സംസാരിച്ചത്.